പ്രിലിംസ് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. GS1 GS2 നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ തന്നെ കണ്ടെത്തണം. സോ ബട്ട് ഇത് എല്ലാ കുട്ടികൾക്കും അത് പറ്റുന്നിരിക്കില്ല. സോ ഗാലന്റ് IAS അതിനു വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടോപ്പിക്കും സബ്ജക്ട് വൈസ് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ബേസ്ഡ് റിവിഷൻ ആണ് നടത്താൻ പോകുന്നത്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോളജ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് ഈ 1 ഇയറോ നമ്മൾ പ്രിപ്പയർ ചെയ്ത ടൈമിലെല്ലാം ഉള്ളൊരു നോളജ് നമ്മളത് ആപ്ലിക്കേഷൻ ബേസ്ഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും എടുത്തിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കും. എന്നിട്ട് കുട്ടികളോട് തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറയും. സോ വി ആർ ക്രിയേറ്റിംഗ് ആൻ ഇൻട്രാക്റ്റീവ് സെക്ഷൻ. ഈ ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ബി എ ഫൺ തിങ് ടു ഡു. പിന്നെ ഇതിനകത്ത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ഓവറോൾ ഒരു അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻറ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പ്രിലിംസ് ക്ലിയർ ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ് ഈ പ്രോഗ്രാമിലൂടെ ഉണ്ടാക്കി കൊടുക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സോ യു വിൽ ഹാവ് an upper hand in the clearing civil service prelims 2024. Thank you.